ഇന്ന് വരാൻ കഴിഞ്ഞില്ല ലീലാമ്മയ്ക്കാണ്. കാരണം 2 ദിവസം കൊണ്ടാണ് ഞാൻ മായമ്മയായത്. ലീലാമ്മയുടെ ഹസ്ബൻഡ് അച്ഛനാണ് ഇങ്ങനെ ഒരു ആ കുട്ടിയെ തേടുന്നുണ്ട് പറഞ്ഞപ്പം അനിൽ സാറിന് എൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്തത്. അടുത്ത ദിവസം തന്നെ ഒരു ജാതിക്കുള്ള ആളെൻ്റെ വീട്ടിലെത്തി. രമേശ് സർ, അനിൽ സർ, നവീൻ ചേട്ടൻ, പിന്നെ ഒരാളുണ്ടായിരുന്നു, അല്ല ബിജു ചേട്ടൻ, ബിജു കലാവീൻ, എല്ലാവരും കൂടെ വീട്ടിൽ വന്നു, കഥ പറഞ്ഞു. ഓക്കെ, അപ്പം തന്നെ തിരിച്ചു പോകുന്ന വഴി ഓക്കെ ആണെന്ന് പറഞ്ഞ് കൺഫേം ആയി. ബാക്കി സത്യം പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്തു എന്നുള്ളത് സാറ് തന്നെയാണ് പറയുന്നത്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇനി സിനിമ ചെയ്താലും ചെയ്തില്ലെങ്കിലും മായമ്മ എപ്പോഴും ഇവിടെ ഉണ്ട്. എന്നാൽ കഴിയുന്ന പോലെ ഞാൻ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ബാക്കി നിങ്ങൾ കണ്ടിട്ട് വേണം അഭിപ്രായം പറയാൻ. വിജയിക്കട്ടെ, അത്രയേ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം, മാക്സിമം ഷെയർ ചെയ്യാം. നല്ലൊരു സിനിമയാണിത്. നമ്മൾ ഇത് വിജയിപ്പിച്ചെടുക്കും. ഭയങ്കര പേടിയാണ് സ്റ്റേജിൽ കയറി സംസാരിക്കാന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും നന്ദി. രമേശ് സാർക്കും അനിൽ സാർക്കും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. കൂടുതൽ സതീഷ് ചേട്ടൻ ഇവിടെ ഉണ്ടാവും, ബാക്കിലുണ്ടാവും. അദ്ദേഹം കാരണമാണ് ഞാൻ ഈ സിനിമയിലേക്ക് നായകനായിട്ട് എത്തിയത്. ഇതിന് മുമ്പ് ഒരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സിനിമയ്ക്ക് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ഇങ്ങനൊരു വേഷം അദ്ദേഹം ഓഡിഷൻ നടക്കുന്നുണ്ട്, നീ പോയി അറ്റൻഡ് ചെയ്യണമെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ മായമ്മയിലേക്ക് എത്തുന്നത്. അപ്പോൾ അങ്കിത പറഞ്ഞ പോലെ തന്നെയാണ് എനിക്ക് പേടിയാണ് പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും താങ്ക്സ്. ഈ സിനിമ വിജയമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ ഈ മായമ്മ എന്ന് പറയുന്ന ഈ സിനിമയുടെ 1-2 കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, മായമ്മ ഒരു വ്യത്യസ്തമാർന്ന ഒരു പടമാണ്. വളരെ ചെറിയൊരു പടം, പക്ഷേ അതിഗംഭീരമായിട്ട് അതിൻ്റെ ഡയറക്റ്റ് കൺസീവ് ചെയ്തിരിക്കുക. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. മായമ്മയിലെ നായകൻ്റെ അച്ഛൻ വലിയ തിരുമേനിയായിട്ടാണ് ഞാൻ ഇതിൽ വേഷം ചെയ്യുന്നത്. വലിയ തിരുമേനി എന്ന് പറഞ്ഞിരുന്നാൽ എനിക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ എൻ്റെ മകൻ ചെയ്യുമ്പോൾ ഞാൻ അതിനെ എതിർക്കുന്നുണ്ട്. പിന്നെ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ ഇതിനകത്തുണ്ട്. ആയിരുന്നാലും ഈ അടുത്ത സമയത്ത് ഇറങ്ങുന്ന പടങ്ങളിൽ ഒരു വ്യത്യസ്തമാർന്ന ഒരു പടമായിരിക്കും ഈ മായമ്മ എന്ന് പറയുന്നത്. മായമ്മ എന്ന് പറയുന്ന എൻ്റെ മുരളി എന്ന് പറയുന്ന ഡയറക്ടർ, പിന്നെ കുട്ടൻ എന്ന് എല്ലാവരാലും വിളിക്കപ്പെടുന്ന, ഓമനപ്പേരിൽ വിളിക്കപ്പെടുന്ന കഴക്കൂട്ടത്തെ ശ്രീ കുട്ടൻ, വ്യത്യസ്തമാർന്ന കഥാപാത്രങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ അവരവരാൽ കഴിയും വിധം അവരെ ഗംഭീരമാക്കിയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ഇത് കാണണം, തീർച്ചയായിട്ടും കാണാതെ പോകരുത്. ഞാൻ കൂടുതൽ ആയിട്ടൊന്നും അതിനെക്കുറിച്ച് പറയണില്ല. കണ്ട് നിങ്ങളുടേതായ രീതിയിലുള്ള ഒരു വിലയിരുത്തൽ നടത്തേണ്ടതാണ്. തീർച്ചയായിട്ടും നല്ലൊരു ചിത്രമാണ്, പറയാതിരിക്കാൻ പറ്റില്ല. വ്യത്യസ്തമാർന്ന കഥയും അത് കൺസീവ് ചെയ്തിരിക്കുന്നതും എല്ലാം നോക്കുകയാണെങ്കിൽ നല്ലൊരു പടമാണ്. മറ്റ് കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് പറയാനായിട്ട് അതിൻ്റെ ഡയറക്ടറും ഇനി വരുന്ന നായകനും നായികയും അതുപോലെ എല്ലാവരും ഉണ്ട്. അവർ നിങ്ങളോട് അവരവരുടേതായ രീതിയിൽ ഗംഭീരമായിട്ട് ഇതിനെക്കുറിച്ചൊരു ഇത് നിങ്ങൾക്ക് കാര്യം. നമസ്കാരം, ഞാൻ ഇന്ദുലേഖ. ഞാൻ മായമ്മ എന്ന സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഇന്ന് അതിൻ്റെ സോങ്ങും ട്രെയിലറും റിലീസാണ്. വളരെ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന ഒരു സിനിമയാണ്. ഇതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഇതിൻ്റെ മേക്കിങ്ങിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഡയറക്ടർ രമേശ് സാറിന് ഇതിൻ്റെ കഥയെക്കുറിച്ച് വളരെ നല്ലൊരു ധാരണയുണ്ടായിരുന്നു. അപ്പോൾ ഓരോ സീനും ഓരോ റിയാക്ഷൻ വരെ എങ്ങനെ വേണം എന്നുള്ളത് വളരെ ഭംഗിയായിട്ട് പറഞ്ഞു തരും. ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്ന ആ ഒരു പ്രതീതിയൊന്നും ഇല്ലായിരുന്നു. വളരെ വളരെ ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു. എല്ലാവരും ഒരു ഫാമിലി പോലെയായിരുന്നു ഇതിൽ പങ്കെടുത്തത്. അപ്പോൾ വലിയൊരു താരനിര തന്നെ ഈ സിനിമയിലുണ്ട്. എല്ലാം കൊണ്ടും വളരെയധികം പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്നൊരു സിനിമയാണ്. മെയ് 30 റിലീസ് ചെയ്യാൻ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം, സപ്പോർട്ട് ചെയ്യണം.